ബർത്ത്ഡേക്ക് മമ്മൂക്ക വരും. നമുക്ക് ലേറ്റസ്റ്റ്ലി കാണാൻ പുള്ളിക്ക് തന്നെ വെയിറ്റിംഗ്. പുള്ളിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പുള്ളി വെയിറ്റിംഗിലാണ് നമ്മളിത് കാണാം. പുള്ളി ഹാപ്പി ആയിരിക്കുന്നു, ഓക്കെയാണ്, പുള്ളി എല്ലാം റെഡിയാണ്. ആ വരവ് എങ്ങനെയാണെന്ന് ഇങ്ങനെയായിരിക്കും, എന്ത് സ്റ്റൈലിൽ വരണത് മമ്മൂക്കയുടെ ആ സ്റ്റൈൽ എന്തായിരിക്കും നമുക്കറിയത്തില്ല. മമ്മൂക്ക എങ്ങല്ലടാ മമ്മൂക്കയല്ലേ എങ്ങ്. ഞങ്ങളൊക്കെ എനിക്ക് അഭിനയിക്കാൻ പോലും അറിയത്തില്ലെന്നും പറഞ്ഞ് ഇപ്പോഴും അഭിനയിക്കാൻ അറിയാന്നല്ലേ പറയണത്. ചെമ്പിലെ ചെറുപ്പത്തിൽ ഓണം ഓർമ്മയുണ്ടാവും. അമ്മ വീട്ടിലേക്ക് പോവുക, വെക്കേഷന് പോവുക, ഓണം ആഘോഷിക്കുക, അല്ലെ ക്രിസ്മസിന്റെ ഇതിന് പോവുക. ഉമ്മ ഉണ്ടാക്കുന്ന കംഫർട്ട് ഫുഡൊക്കെ എന്താ? എനിക്ക് പുട്ടും ബീഫാണ് മെയിനായിട്ട് ഉമ്മ ഉണ്ടാക്കി തരുന്നത്. ഈ ചെറിയ ചെമ്മീൻ, ആ ചെറിയ ചെമ്മീൻ ഉണ്ടാക്കുന്ന വല്ലുമ്മച്ചിയാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. സിനിമാ ജീവിതം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? സിനിമാ ജീവിതം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി കളിയൊന്നും നടക്കത്തില്ല, ഇനി മരിച്ചു പണിയെടുത്തേ പറ്റും. ശരിക്കും അന്നത്തെ നയൻതാര നയൻതാര അന്ന് വരുമ്പോഴും ഞാൻ തമാശ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നയൻതാര ഇത് വെള്ളം കുടിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ ഇത് ബ്രേക്ക് ചെയ്ത് നിർത്തിയൊക്കെ ചെയ്യും. അപ്പം നയൻ പറയും എന്തേ കാണിക്കും. പക്ഷേ സത്യത്തിൽ മമ്മൂക്ക എന്താ റിലേഷൻ ഫ്രം മമ്മൂക്ക ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ പ്രഷറുണ്ട്. കാരണം ബേഡനായിട്ടൊന്നല്ല, നമ്മൾ അദ്ദേഹത്തിനൊരു മോശം പേര് കേൾപ്പിക്കരുതെന്നുള്ളൂ. അദ്ദേഹത്തെ അനുകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, എൻ്റെ അമ്മാവനാണ്, അത് ഓട്ടോമാറ്റിക് വരും, അത് ജനറ്റിക്കലി ആണ്, അത് എല്ലാവരും ഞാൻ പറയാം, ബ്ലഡിലുള്ള സാധനമാണ്. ശരിക്കും കളങ്കാവിൻ്റെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു? അത് വേറെ സംഭവം. കളക്കാന് കൊച്ചു ചെറുക്കന്മാർ ട്യൂൺ ചെയ്യാൻ നിൽക്കത്തില്ല പെണ്ണുങ്ങളെ പോലെ. എനിക്ക് അങ്ങനെ തോന്നി. സിഗരറ്റൊക്കെ വെച്ചൊരു ദേവരാഗമോ. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് ഓണവിശേഷങ്ങളുമായിട്ട് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അഷ്കർ സവദാൻ. അഷ്കർക്ക നമസ്കാരം. ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്, കുറച്ചുകൂടെ കണക്ട് കൂടുതലാണ്. ഈ ഓണം എന്ന് പറയുമ്പോൾ അതെന്താ പെട്ടെന്ന് മൈൻഡിൽ വരുന്നത്? ഓണം എന്ന് പറയുമ്പം എന്താണ് പെട്ടെന്ന് വരുന്നത്? നമ്മൾ സദ്യ പരിപാടി, ഓണ ആഘോഷം, പിള്ളേരായിട്ട് നമ്മൾ വെക്കേഷൻ ആയിരിക്കും അല്ലേ? വെക്കേഷൻ ടൈമല്ലേ, ഒരു ടൂർ പരിപാടി പ്ലാൻ ചെയ്യും. പിന്നെ ഓണസദ്യ ഉള്ള പരിപാടി, വീട്ടിലാണെങ്കിലും നമ്മൾ ഓണസദ്യ സെറ്റ് ചെയ്യാൻ കൂട്ടുകാരായിട്ട്. ഓണത്തിൽ നോൺ വെജ് ഇല്ല, ഫുൾ വെജിറ്റേറിയൻ. നമ്മുടെ അവിയൽ, സാമ്പാർ, എല്ലാ ഐറ്റംസും, കിച്ചടി, പച്ചടി കുറേ സംഭവങ്ങളുണ്ടല്ലോ, പുളിശ്ശേരി, മറ്റു സംഭവങ്ങളൊക്കെ. അങ്ങനെ പപ്പടം ഒക്കെ, അത് വേറെ സമയം. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും വേറെ സ്റ്റൈലിലായെന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്കൊന്നും വീട്ടിലുണ്ടാക്കുന്നില്ല പലരും എന്ന് തോന്നുന്നു. നാട്ടുമ്പുറത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇതല്ലോ, നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇല ഉൾപ്പെടെ വരുമല്ലേ. പണ്ട് നമ്മൾ വാഴയില വെട്ടി ഇല ഇട്ട് സെറ്റ് ചെയ്ത് വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടി. നിങ്ങൾ ആഘോഷിക്കാറില്ലേ? ചെമ്പിലെ ചെറുപ്പത്തിൽ ഓണം ഓർമ്മയുണ്ടോ? തറവാട്ടില് ചെമ്പില് തറവാട്ടിൽ ഉണ്ടായിരുന്നു. കുഞ്ഞില് എല്ലാരും ഉണ്ടായിരുന്നു. ഒരു ടൈമിൽ ആഘോഷിച്ചിട്ടുണ്ട്. എല്ലാരും വന്നും പോയും. തറവാട്ടിൽ അങ്ങനെയല്ല, നമ്മുടെ അമ്മ വീട്ടിലല്ല എല്ലാരും കൂടുന്നത്. അതല്ലേ മെയിൻ. അച്ഛൻ്റെ വീട്ടിൽ ആരും അങ്ങനെ കൂടാറില്ലെന്നാണ് എനിക്ക്. അമ്മ വീട്ടിലേക്ക് പോവുക, വെക്കേഷന് പോവുക, ഓണം ആഘോഷിക്കുക, അല്ലെ ക്രിസ്മസിന്റെ ഇതിന് പോവുക, സ്കൂൾ വിട്ടു പോകുന്ന, അല്ല സ്കൂൾ വെക്കേഷന് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലല്ലേ. അത് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും? നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അമ്മ വീട് എന്ന് പറയുമ്പോൾ അത് എന്താണ് സംഭവം നമുക്ക്. അമ്മ വീട്ടിൽ പോവുക, വെക്കേഷൻ ആകുമ്പോൾ അമ്മയുടെ വീട്ടിൽ പോവുക. കാരണം കൂടുതൽ എല്ലാവരും അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അല്ല അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അമ്മ വീട് എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാണ്. ഈ നടനൊക്കെ ഉണ്ട് സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ സെറ്റുകളിലായിരിക്കുമല്ലേ ചിലപ്പം ഓണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സമയം. നീ മറ്റേ വിഷുസദ്യ എടുത്തിടാൻ പോകണോ? ഞാനൊന്ന് നോയമ്പിൽ ഒരു വിഷുസദ്യ കഴിച്ചിരുന്നു, അതാണോ? അല്ല, ശരിക്കും കറക്റ്റ് സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും വീട്ടിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. ഈ കറക്റ്റ് വിഷു, ഓണം, പെരുന്നാള് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ക്രിസ്മസ് ഒക്കെ ഇപ്പോഴും സെറ്റിൽ ആയിരിക്കുമല്ലോ. സെറ്റിൽ ശരിക്കും എങ്ങനെയാ ഇതിലിപ്പോ? സെറ്റിലാകുമ്പോൾ ഓണം ആഘോഷിക്കുമല്ലോ എല്ലാവരും ഓണം ആഘോഷിക്കും, പെരുന്നാൾ ആഘോഷിക്കും. നമ്മൾ സെറ്റിലാകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. ഒരു വേറൊരു മൂഡാണ്. ഒരു ഫാമിലി ആകുമ്പോൾ വേറൊരു മൂഡാണ്. സിനിമയിലുള്ളപ്പോൾ സിനിമ ലൊക്കേഷനിൽ എല്ലാവരും പ്രൊഡ്യൂസർ ഉണ്ടാവും, അല്ലെ ഡയറക്ടർ ഉണ്ടാവും, നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അത് വേറൊരു വൈബാണ്. പിന്നെ ഫാമിലി ആകുമ്പോൾ എല്ലാവർക്കും ഫാമിലിയാണ് വലുത്, ഫാമിലിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ കോ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കൂടെ ഉള്ളവര്, അത് വേറെ വൈബാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ വേറെ ഈ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ സിനിമാ ജീവിതം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്രയും
സിനിമാ ജീവിതം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പം നമ്മളെക്കാളും സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ എന്തോരം അനുഭവിച്ചു, എന്തോരം കഷ്ടപ്പെട്ടു. അപ്പം നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ള രീതി. കാരണം സീനിയർ ആർട്ടിസ്റ്റുകൾ എന്തോരം അവർ കഷ്ടപ്പെട്ടു, ഇപ്പോഴും ലെവലിൽ നിൽക്കുന്നില്ല. മമ്മൂട്ടിയാണെങ്കിലും മമ്മൂക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇപ്പോൾ കമലഹാസൻ സാറാണ്, രജനീകാന്ത് സാറാണ്, ഇവരൊക്കെ വേറെ ലെവലിൽ നിൽക്കുക. അപ്പം എന്നാലും അവർക്ക് ഞാൻ എത്തിയെന്നും പറഞ്ഞാൽ അവർ സിനിമാവിനെ നിർത്തിയില്ലല്ലോ. അവരത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റേജിൽ അതാണ് ഭയങ്കര സംഭവം. ഈ ഡെയിലി ഓരോ കാര്യങ്ങൾ പഠിക്കാന്നൊക്കെ പറയാം. നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ് ജീവിതം. ഞാൻ പഠിച്ചൊരു കാര്യം, എൻ്റെ അനുഭവമാണ് ജീവിതം. അതെല്ലാവർക്കും മനസ്സിലാകും. നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ അനുഭവങ്ങളാണ്. ഇന്നലെ എഴുന്നേക്കുന്ന ആളല്ല രാവിലെ ആകുമ്പോൾ വേറെ മൂടാണ്. അപ്പൊ നമുക്ക് അനുഭവങ്ങൾ വലുതാണ്. അപ്പൊ നമ്മൾ പരിശീലിക്കണം, നമ്മൾ ഇന്നത് ചെയ്യണം, അല്ലേ? അങ്ങനെയല്ലേ സത്യം? അനുഭവം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പഠിച്ചു കഴിഞ്ഞു ഇനി കളിയൊന്നും നടക്കത്തില്ല. ഇനി മരിച്ചു പണിയെടുത്തേ പറ്റും. സ്വന്തം പഠിച്ച കോളേജിലൊക്കെ ശരിക്കും എങ്ങനെയാ ഈ വീട്ടിൽ തിരിച്ചൊരു പടമൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോഴുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒക്കെ? ഞാൻ എൻ്റെ DNA എന്ന് പറഞ്ഞ മൂവി ഞാൻ മഹാരാജ് ഷൂട്ട് ചെയ്തു. ഞാൻ അവിടെ പഠിച്ചിറങ്ങിയ ഈറ പറയണ്ട, ഞാനവിടെ പഠിച്ചിറങ്ങിയാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി ആയിരുന്നു. അവിടെ എൻ്റെ പടം ഷൂട്ട് ചെയ്തു. അതെനിക്ക് ഭയങ്കര, എനിക്ക് മമ്മൂക്ക ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് വേറെ അറിയില്ല. എനിക്ക് ആരും അത്ര ഷൂട്ട് ചെയ്ത കാര്യം എനിക്കറിയില്ല കേട്ടോ. ഇനി അമൽതീരത്തൊക്കെ അദ്ദേഹമൊക്കെ അവിടെ ചെയ്തതാണ്. അമൽതീരൻ ഒരുപാട് പേര്, ആഷിഖ് അബു, ഒത്തിരി പേര്. പക്ഷെ എനിക്ക് അവിടെ എൻ്റെ പടം ഞാൻ പഠിച്ച കോളേജിൽ എനിക്കൊന്നും അഭിനയിക്കാൻ പറ്റും. അത് സ്റ്റെപ്പുകൾ ഇറങ്ങി ഞാൻ അലമ്പി നടന്ന സ്ഥലത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റും. അത് ഭയങ്കര സംഭവം. പിന്നെ പ്രൊമോഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പോവുകയും ചെയ്തു. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാനിവിടെ നടന്നതാണ്, ഈ മരച്ചോട്ടിൽ ഞാൻ ഇരുന്നതാണ്. അത് എനിക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര എനർജിയാണ്, അല്ലേ? നമ്മൾ പഠിച്ച സ്ഥലത്ത് നമ്മൾ വീണ്ടും ചെല്ലുക, നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുക. നമ്മൾ ഭയങ്കര സൂപ്പർ സ്റ്റാറോ വലിയ ആളൊന്നുമല്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൂ, ഭയങ്കര സംഭവമല്ല എന്ന് എന്നെ കുറച്ച് പറയല്ല. നമ്മൾ ഭയങ്കര സംഭവമല്ല. നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ള വിശ്വാസമാണ്. നമുക്കൊരു അവസരം കിട്ടി. ഇപ്പോൾ ദി കേസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതൊരു അവസരം തന്നത് എൻ്റെ പ്രൊഡ്യൂസറാണ്. അക്ബർ ട്രാവൽസിൽ ബെൻസി പ്രൊഡക്ഷൻസ് ആണ് ചെയ്യുന്നത്. KV അബ്ദുൽ നാസർ ബോസാണ്. അദ്ദേഹമാണ് എനിക്ക് അവസരം തന്നത്. 3 പടത്തിൽ അദ്ദേഹം എനിക്ക് നല്ല 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 വേഷങ്ങൾക്ക് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തു. മൂന്ന് ഫിലിമിലും നായകനാണ്. ബെസ്റ്റിൽ ചെറിയൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അപ്പം നമുക്കിങ്ങനെ അവസരം തന്ന് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം, ഇല്ലേ? അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അതിന് നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൻ്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എല്ലാവരും സ്ട്രഗിളുണ്ട്. നിങ്ങൾക്ക് സ്ട്രഗിളുണ്ട്, എനിക്ക് സ്ട്രഗിൾ മരണം വരെ സ്ട്രഗിളിംഗ് ആണ്. അന്നത്തെ മഹാരാജ് എങ്ങനെയായിരുന്നു പഠിച്ചപ്പോഴുള്ള? അന്നത്തെ മഹാരാജ് ഇതുപോലെയൊക്കെ തന്നെടാ. ഇപ്പൊ ഒരുപാട് ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴെല്ലാവരും ഫ്രീഡം കൂടുതലാണ്. അന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് ഫ്രീഡം ആണ്. ടീച്ചേഴ്സ് ആണെങ്കിലും പിള്ളേരാണെങ്കിലും ഇപ്പോഴത്തെ കാലം എല്ലാവരും ഭയങ്കര ഫ്രീ. അന്ന് ഫ്രീഡം കുറച്ച് നമ്മൾ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് സംസാരിക്കും, ആരെങ്കിലും മതി. ഇപ്പൊ ഭയങ്കര ഫ്രീഡം, എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞാനന്ന് പോയപ്പോൾ കണ്ടതാണ്. ഞാനൊക്കെ പ്രണയം പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളെവിടെയെങ്കിലും വിളിച്ചിരുന്ന ഒരു പെണ്ണിനോട് എന്തായാലും ടീച്ചർ പോവാ, അയ്യോ ഓടും. ഇപ്പൊ പിള്ളേർക്ക് ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ എല്ലാവരും ഹാപ്പി. ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാം. ഇപ്പൊ മാരേജ് കൂടെ എല്ലാവരും ഹാപ്പി ആയിട്ട്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പെൺകുട്ടികളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഫ്രീഡം കിട്ടി. അന്നപ്പോ കൊച്ചി തന്നെ താമസിച്ച്? ഇല്ല, ഞാൻ ഒരിക്കലും ഹോസ്റ്റലിൽ താമസിക്കത്തില്ല. എനിക്ക് വീട് വിട്ടൊരു പരിപാടി നടക്കത്തില്ല. ഞാൻ വീട്ടിൽ മറ്റേ റൺ സിനിമ ഇറങ്ങിയില്ലേ, ഞാൻ വാപ്പിച്ചായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എനിക്ക് ആ പൾസർ ബൈക്ക് വേണം, റെഡ് തന്നെ വേണം, വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ബൈക്ക് മേടിച്ചു. ആ ബൈക്കിലാണ് ഞാൻ കോളേജിൽ പോയോ മര്യാദ അപ്പ് ആൻഡ് ഡൗൺ പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ബസ്സിൽ പോകും. എനിക്ക് മറ്റേ എന്തുണ്ടല്ലോടാ ST ST കാർഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ പരിപാടി. ഡെയിലി പോയിട്ട് വരും. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കത്തില്ല. തലയിലപ്പുറം എൻ്റെ വീട് തലയിലപ്പുറമ്പാണ്. എറണാകുളം ടു തലയിലപ്പുറം ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. മോർണിംഗ് പോവും, ഈവനിങ് വരും. രാവിലെ ഇറങ്ങും. എന്നോട് ഹോസ്റ്റലിൽ നിൽക്കാൻ എനിക്ക് അറിയത്തില്ല. ഹോസ്റ്റലിൽ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ, നടക്കത്തില്ല. എനിക്ക് വീട്ടിൽ പോയി ഉമ്മച്ചയൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു പരിപാടി വേറെ. എനിക്ക് ഫാമിലി വിട്ട് നടക്കത്തില്ല. അപ്പൊ ഈ ഹോസ്റ്റലൊക്കെ വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡിന്റെ ഒരു ഫുഡിന്റെ അല്ല, എനിക്ക് ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറാൻ ഭയങ്കര പ്രശ്നമാണ്. ഒരു ഫാമിലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പൊ അമ്മ മോനാണ്. ഉമ്മച്ചി ഇല്ലെങ്കിൽ പ്രശ്നം എനിക്ക്.
പുള്ളിക്കാരിയെ ട്രീറ്റ് ചെയ്ത പോലെ എനിക്ക് ഹോസ്റ്റലിൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ടെൻഷൻ എന്നെ കൂടെ നടക്കത്തില്ല. ഇപ്പോൾ വേണേൽ ഒരു മാസം നമുക്ക് മാറി ഫ്രണ്ട്സിൻ്റെ കൂടെ ദുബായിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങി ഒരാഴ്ച കറങ്ങി നടക്കാം. ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞാൽ എനിക്ക് സെറ്റ് ആകത്തില്ല, എനിക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. അപ്പം ശരിക്കും പറഞ്ഞൊരു ഉമ്മ ഉണ്ടാക്കുന്ന കംഫർട്ട് ഫുഡൊക്കെ ഉണ്ട്. ഉണ്ടാക്കി തന്നെ നല്ല പുട്ട് ബീഫാണ്. അത് ഞാൻ എപ്പോഴും പറയും, എനിക്ക് പുട്ടും ബീഫാണ് മെയിനായിട്ട് ഉമ്മ ഉണ്ടാക്കി തരുന്നത് മോർണിംഗ്. പിന്നെ ഫിഷ് കറി, അങ്ങനെ ഫിഷ് കറി ഫിഷ് കറി നല്ല ഫിഷ് കറി ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും. ഈ ചെറിയ ചെമ്മീൻ, ആ ചെറിയ ചെമ്മീൻ ഉണ്ടാക്കുന്ന വല്ലുമ്മച്ചിയാണ്. അത് ഉമ്മച്ചിയുടെ ഉമ്മയാണ്. വല്ലുമ്മ ഉണ്ടാക്കും, വല്ലുമ്മച്ചി ഉണ്ടാക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ്. ഈ സുരേഷേട്ടൻ പറഞ്ഞ അതെ അത് ഉമ്മച്ചിക്ക് അറിയാം. ഞങ്ങളുടെ മൂത്തുമ്മ മരിച്ചുപോയി, മൂത്തുമ്മക്കറിയാം, എൻ്റെ ഇളയമ്മക്കറിയാം, മാമിച്ചിയുടെ മമ്മൂക്കയുടെ വൈഫിനറിയാം, എൻ്റെ രണ്ടാമത്തെ മാമയുടെ വൈഫിനറിയാം. അപ്പം എല്ലാവർക്കും ആ സാധനം അറിയാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് വല്ലുമ്മ പഠിപ്പിച്ച് കൊടുത്താണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കുക്ക് ചെയ്യും. എന്താ സ്പെഷ്യൽ? ഞാൻ സ്പെഷ്യൽ എല്ലാം ഉണ്ടാക്കൂടാ. എനിക്ക് തട്ടിക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ നല്ലതാണെന്ന് പറയും. ഞാൻ അവിയലുണ്ടാക്കും, അല്ലെങ്കിൽ മീൻകറി ഉണ്ടാക്കും, നല്ല ചെമ്മീൻ കറി ഉണ്ടാക്കും, വറുത്തരച്ച മീൻ കറി ഉണ്ടാക്കും, നല്ല ബീഫ് കറി ഉണ്ടാക്കും. ബിരിയാണി അത്യാവശ്യം ഉണ്ടാക്കും, മടിയായിരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ, കുറെ പണിയാണല്ലോ അത്. ചിലപ്പം ഒരു മൂഡ് തോന്നിയ ബിരിയാണി ഉണ്ടാക്കും. ഇതൊക്കെ ശരിക്കും എങ്ങനെയാ പഠിച്ചെടുക്കേണ്ടി പറഞ്ഞ? അത് നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കും. ചില സമയത്ത് ചില ഉമ്മച്ചിയുടെ നിന്ന് വിട്ടിയായിരിക്കും. ഞാൻ കുറച്ച് നാൾ ചെന്നൈയിലായിരുന്നു. ഞാൻ ഹോസ്റ്റലല്ലായിരുന്നു, ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് സിനിമയുടെ ഭ്രാന്ത് ചെന്നൈയിൽ പോയി. അപ്പോൾ നമ്മൾ തനിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ നമ്മൾ കുറേ ഫ്രണ്ട്സിന്. അങ്ങനെ പഠിച്ചു. പിന്നെ എന്തോ ഉമ്മച്ചി ഉണ്ടാക്കണത് കണ്ട് പഠിച്ചതായിരിക്കാം. ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. കുറേ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലത് സിനിമ കാണും, ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ കുക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കും. ഇപ്പോഴും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മൂഡ് വരുമ്പോൾ കുക്ക് ചെയ്യും. അപ്പോൾ ഒരു അവിയൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്കൊരു മീൻകറി ഉണ്ടാക്കുക, ഒരു ബീഫ് കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുക, അങ്ങനത്തെ പരിപാടി. ഈ സിനിമയൊക്കെ ഇറങ്ങുന്ന ദിവസം പൊതുവെ എങ്ങനെയാ? ടെൻഷൻ ഹൈ ആയിരിക്കും? അതെല്ലാവർക്കും ഉണ്ടല്ലോടാ, എല്ലാവർക്കും ടെൻഷനാണ്. ഇപ്പം എൻ്റെ പടം ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ടെൻഷൻ. ഞാൻ എന്താവും, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചത് മോശമായിരിക്കുമോ, കുറച്ചവരെ നന്നായി വരണേ, ആൾക്കാർ കാണണേ, എല്ലാവരും നന്നായിരിക്കണം, എല്ലാവരും നല്ല അഭിപ്രായം. അതില്ല, എല്ലാ സിനിമാക്കാർക്കും ഉള്ളതല്ലേ. അതൊരു വല്ലാത്ത ടെൻഷനാണ്. ഇപ്പോഴും അത് എല്ലാം അതല്ലേ പറഞ്ഞത്, സ്ട്രഗിള് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം വരെ അതുണ്ടാവും. ഈ തസ്കര വീരരൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയാണ്? അതറിയത്തില്ലേ? എനിക്ക് അഭിനയിക്കാൻ പോലും അറിയത്തില്ലെന്നും പറഞ്ഞ് ഇപ്പോഴും അഭിനയിക്കാൻ അറിയാന്നല്ലേ പറയണം. അന്ന് എന്താണെന്ന് അറിയത്തില്ല. തസ്കര ആ ഒരു പ്രായം, അലമ്പ് ബഹളം, എന്താ ഞാൻ അടിപൊളിയാണ്, സൂപ്പറാണ്, പൊട്ടത്തരമൊക്കെ പറഞ്ഞ് നടക്കും. നമുക്കറിയില്ല. സിനിമയിൽ അഭിനയിച്ചു എന്നേ അറിയോ. സിനിമയിൽ ഞാൻ അഭിനയിച്ചു, ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു എന്നോ, ആ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അത് ഇപ്പം ഞാൻ കുറച്ച് സീരിയസ് ആയി. മീൻസ് നമ്മൾ ഓരോ പ്രായം കഴിയുമ്പോൾ സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പം ഞാൻ ആക്ഷൻ ചെയ്യാൻ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുറേ എല്ലാ മനുഷ്യരും തികഞ്ഞവരല്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അന്ന് ശരിക്കും പറഞ്ഞാൽ നയൻതാരയൊക്കെ ആയിട്ട് പ്രോപ്പർ കോമ്പിനേഷൻ സീനുകൾ ഉണ്ടല്ലോ. ശരിക്കും അന്നത്തെ നയൻതാര ശരിക്കും എങ്ങനെയാണ്? നയൻതാര രസമാണ്. നയൻതാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നയൻതാരനെ ഞാൻ ഭയങ്കര ആരാധകരാണ്. നയൻതാര അന്ന് വരുമ്പോഴും ഞാൻ തമാശ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നയൻതാര എന്തോ ഒരു വെള്ളം കുടിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ എന്തോ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തിയൊക്കെ ചെയ്യും. അപ്പം നയൻ പറയും, അഷ്കർ എന്തേ കാണിക്കുന്നത്? അഷ്കർ സത്യത്തിൽ മമ്മൂക്ക എന്താ റിലേഷൻ? ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ മോൻ. ഓക്കെ. അപ്പോൾ അവർ ഇത് അഭിനയിക്കുന്നത് ശരത് കുമാറിൻ്റെ ഒരു പടം അഭിനയിച്ചു. ആ ടൈമിൽ രജനി സാറിൻ്റെ ഒരു മൂവി ചെയ്തു, ചന്ദ്രമുഖി. ആ ടൈമാണെന്ന് തോന്നുന്നു തസ്കരെ. അവരായിട്ട് പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല, കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരിപ്പോൾ സൂപ്പർ സ്റ്റാറാണ് തമിഴിൽ. അവർ ഭയങ്കര സ്ട്രഗിൾ. കാരണം ഏകദേശം നിങ്ങൾ അതിനകത്ത് മമ്മൂക്ക അല്ലാണ്ട് ഒരു യങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4-5 പേര്. അതെ, ഞങ്ങൾ 3 പേര്. മമ്മൂക്ക യങ്ങല്ലടാ, ചുമ്മാ ഇരിക്കുക. മമ്മൂക്കയല്ലേ യങ്, ഞങ്ങളൊക്കെ അല്ല. അതിൽ ഞാൻ കിഷോർ സത്യ, ബിയോൺ, നയൻതാര, പിന്നെ ഷീലാമ്മയുടെ വീട്ടിൽ താമസിക്കുന്നു. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മുടെ കിരൺ രാജ് ഉണ്ടായിരുന്നു. കിരൺ രാജ് മെയിൻ. രാജംബി തോട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അന്ന്
ഫിലിമിലായിരുന്നു പരിപാടി, ഇത് ഡിജിറ്റലല്ല. ടേക്കൊക്കെ പോയായിരുന്നു കുറെ. അതൊക്കെ പോയി കുറേ പാടൊക്കെ കേട്ടു. നമുക്കറിയത്തില്ലല്ലോ. മമ്മൂക്ക എന്നോട് ചോദിച്ചു, മമ്മൂക്ക അമ്മായി എന്നെ വിളിച്ച് ചോദിച്ചു അഭിനയിക്കാൻ, മമ്മൂച്ചിയോട് അഭിനയിക്കാമോ, അവനോട് ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നമുക്കറിയാമല്ലോ, കിട്ടിയ അവസരമല്ലേ. ആ പറഞ്ഞു എനിക്കെല്ലാം അഭിനയിക്കാം, എനിക്കൊരു പേടിയില്ല, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി അഭിനയിച്ച. പിന്നെ ആകെ ഡയറക്ടറുടെ അവരൊരു ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയൊക്കെ വരുമ്പോ എങ്ങനെയാ കുറച്ചുകൂടെ ഒക്കെ ട്രാക്കിലാവാനുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു? നമുക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ടുള്ള അപ്രോച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് ഡിമാൻഡ് ആയിരിക്കണം, നടനായിരിക്കണം. ഇപ്പം എന്നെ വന്ന് സംസാരിക്കുന്ന പലരും എന്നോട് വന്ന് സംസാരിക്കാറുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. എന്നോട് വന്ന് സംസാരിക്കണം, സംസാരിച്ചിട്ട് അതിൽ കഥ വന്ന് ഒരു പ്രൊഡ്യൂസർ റെഡിയാക്കാവും, അപ്പോൾ ബെൻസി പ്രൊഡക്ഷൻസ് ഒന്ന് പറയാമോ. ഞാനേ കിടന്ന് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവർ, കാരണം എല്ലാവരും വിചാരം നമ്മൾ ഭയങ്കര സംഭവമാണല്ലേ, നമ്മൾ സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രൊഡ്യൂസർ റെഡിയാകും എന്നൊക്കെയാണ് അവരുടെ സങ്കല്പമല്ലേ. എല്ലാവർക്കും സിനിമ മോഹമല്ലേ. അവർ ഒന്ന് കഥ പറയുന്നു, ഞങ്ങൾ കഥ കേൾക്കും, അവർ മോനെ എങ്ങനെയാടാ അടുത്ത പടി നമുക്ക് പ്രൊഡക്ഷൻ റെഡിയാക്കണ്ടേ, അപ്പോൾ ഇക്കാവുന്ന ശ്രമിക്കണം. ഞാൻ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം എന്ന് പറയും, നോക്കും, നമ്മൾ ശ്രമിക്കുന്നു. നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ നടക്കും, നല്ലതാണെങ്കിൽ നല്ല ഇതുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ റെഡിയാകും. പ്രൊഡക്ഷൻ റെഡിയാകാനാണ് ഭയങ്കര പാട്. നമുക്ക് ഒരു പ്രൊഡക്ഷൻ നമ്മൾ വിശ്വസിച്ചൊരു പ്രൊഡക്ഷൻ, അതായത് ഞാനിപ്പോൾ 4 പടം ചെയ്തു ബെൻസി പ്രൊഡക്ഷൻ. അപ്പം നമുക്ക് എന്തോ കാലിബർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാലിബർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, ഇയാളെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് ബോസിന് തോന്നിയോണ്ടായിരിക്കും എനിക്ക് ഇതൊരു 3-4 ഫിലിം തന്നു. വേറെ പല പ്രോജക്റ്റുകളും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ടൈം. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആഷ്കറിനെ നമ്മളെപ്പോഴും കാണുന്ന കുറച്ചുകൂടെ ഭയങ്കര ആക്ഷനും അല്ലെങ്കിൽ ആ ഒരു റോളിലാണല്ലോ. അപ്പൊ ബെസ്റ്റി കുറച്ചുകൂടെ ഡിഫറെന്റ്. ശരിക്കും ഔട്ടനോട് ഹ്യൂമർ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താല്പര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ശ്രമങ്ങൾ ശരിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഹ്യൂമർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാ തലങ്ങളിലും. ഞാൻ വില്ലൻ ചെയ്തിട്ടുണ്ടായിരുന്നു, തമിഴ് പടത്തിൽ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സൗക്കാർപേട്ട എന്ന് പറയുന്ന മൂവി. നമുക്ക് ഒരു ആക്ടർക്ക് എല്ലാ തലത്തിലും എത്തണമെന്നാണ് എല്ലാവരും, നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ട് പോകരുതെന്നാണല്ലോ എല്ലാവരും എല്ലാ തലങ്ങളിലും ചെയ്യുമ്പോഴല്ലേ അതിനൊരു എഫക്റ്റ് ഉണ്ടാകും. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കി ഇപ്പോൾ ആക്ഷൻ ഞാൻ ചെയ്യാനുണ്ട്, നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, ആക്ഷൻ ചെയ്യുന്നുണ്ട്. ആക്ഷനോട് ഭയങ്കര ഭ്രാന്തുണ്ട്. അതിൻ്റെ 3 പടത്തിലും ആക്ഷൻ ഉണ്ട് ഞാൻ ചെയ്തത്. നന്നായിട്ടുണ്ട്, എഫേർട്ടുണ്ട്, ബോഡി ഭയങ്കര പ്രശ്നമുണ്ടാകും, നമുക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകും, അതെല്ലാവർക്കും ഉണ്ട്. ഞാൻ പറയുമ്പോൾ ഇവൻ വലിയ ആളാണ്, വന്ന് 3 പടം അഭിനയിച്ചു, ഇവൻ എന്താ ഒറ്റാണ്, മമ്മൂട്ടിയുടെ വെങ്ങണം വലിയ എന്തൊക്കെയോ കമന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതിരിക്കും. ഞാനിത് കേട്ടിട്ട് പിന്നെ ചിലപ്പോൾ നടക്കട്ടെ, പിന്നെ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ജോലി കറക്റ്റായിട്ട് കൊണ്ടുപോകുക, നമ്മുടെ പണി ചെയ്യുക, കമന്റ് ഇടുകയോ കമന്റ് പറയുകയോ, അവർ ഓരോരുത്തരും ഓരോ മൈൻഡല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചേക്കണ എത്രയോ കോടി ജനങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും മൈൻഡ്, എല്ലാവരുടെയും സ്വഭാവം പലതല്ലേന്ന് ഞാൻ ആലോചിക്കാം. ഇപ്പം എൻ്റെ സ്വഭാവമല്ല, അജിൻ്റെ സ്വഭാവമല്ല, പലർക്കും പല ക്യാരക്ടറും പല ഫീച്ചേഴ്സും പല രീതിയിലാണ് അപ്പോൾ പിന്നെ നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ മൈൻഡിൽ കുറ്റം പറയട്ടെ. ഈ സിനിമയിൽ സൗഹൃദങ്ങൾ ആക്റ്റീവ് എന്തോരം എങ്ങനെയാ? അങ്ങനെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. സിനിമയിൽ ഭയങ്കര സൗഹൃദങ്ങളില്ല. എല്ലാവരും കാണുമ്പോൾ സംസാരിക്കും. റീസെൻ്റ്ലി ഞാനിപ്പോൾ ഗോകുലൻ എൻ്റെ കൂടെ അഭിനയിക്കുന്നത്, ഗോകുലൻ പുള്ളിയായിട്ട് ഇടയ്ക്ക് വിളിക്കും. ഞാനിപ്പം റീസെൻ്റ്ലി ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. അല്ല എനിക്ക് ഇത്ര വർഷമായിട്ട് സിനിമയിൽ ഭയങ്കര സൗഹൃദം അങ്ങനെയില്ല. ഗോകുലിനെ വിളിക്കും, ഇടയ്ക്ക് ചക്കരേതെ വിളിക്കും, ഞങ്ങൾ സംസാരിക്കും, ഞാൻ ഇന്ന് ചെയ്യട്ടെ, ഇങ്ങനെയാണോ ക്യാരക്ടർ, ഗോകുലിനെ വിളിക്കും. ഗോകുൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, കേസ് ഡയറിയിൽ പോലീസ് ഓഫീസറായിരുന്നു. ഭയങ്കര സിനിമാ സൗഹൃദം എന്ന് പറയില്ലല്ലോ, കാണുമ്പോൾ സംസാരിക്കും. അതുണ്ട്. സിനിമയിലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ആരും മോശമെന്നല്ല പറയണത്. എല്ലാവരും അവരെ ജോലി നടന്നുകൊണ്ടിരിക്കും, അവരവരുടെ തിരക്കുകൾ. സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും, എല്ലാ ബിസിനസ്സിലും ടെൻഷനുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ വേറെ വൈബിൽ. ഇപ്പം നമ്മുടെ കൂടെ അഭിനയിച്ചവരെ കാണുമ്പോൾ സംസാരിക്കുകയോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ റായലക്ഷ്മി അഭിനയിച്ചിരുന്നു DNA-യിൽ. ഞാൻ അതിനു മുമ്പ് തമിഴ് പടത്തിൽ അഭിനയിച്ച് ഇവരെ കൊല്ലണതാണ്. ഞാൻ സൗക്കാർപേട്ടയിൽ. അപ്പോൾ റായലക്ഷ്മിയെ കണ്ടപ്പോൾ ആഷ്ക അങ്ങനെയുള്ള, അല്ലാതെ നമ്മൾ വിളിച്ചിട്ട് എൻ്റെ കൂടെ അഭിനയിച്ച് റായലക്ഷ്മി അഭിനയിച്ചു നമ്മൾ വിളിച്ച സൗഹൃദം പുലർത്തില്ല, അതൊക്കെ ഒരു മെസ്സേജ്. അങ്ങനെ അല്ലാതെ എല്ലാവർക്കും അവരെ പേഴ്സണൽ. ഈ ശരിക്കും പറഞ്ഞാൽ പലർക്കും പല സ്ട്രഗിളുകൾ ഉണ്ടാവുമല്ലോ. അഷ്കറിനെ എനിക്ക് തോന്നുന്നു സ്ട്രഗിൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ തന്നെ. കാരണം
ഒരു സ്ഥലത്ത് ഭയങ്കര പ്രഷറാണ്. ഫ്രം മമ്മൂക്ക ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ പ്രഷറുണ്ട്. കാരണം ലോങ് ഇണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ ആയിട്ടുള്ള ഒരാളാണ്. ശരിക്കും അതിന്റെ പ്രഷർ അല്ലെങ്കിൽ അത് ശരിക്കും ഈ സൈഡിൽ ഭയങ്കര ബേർഡൻ ആയിട്ടുണ്ടോ? ബേഡനായിട്ടൊന്നല്ല, നമ്മൾ അദ്ദേഹത്തിനൊരു മോശം പേര് കേൾപ്പിക്കരുതെന്നുള്ളൂ. നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അഭിനയിക്കാൻ ഇറങ്ങി, അപ്പം അദ്ദേഹത്തിന് അയാളുടെ മമ്മൂക്കയുടെ പെങ്ങളുടെ ഇറങ്ങി അലമ്പാണ്, മറ്റാണ്, മറിച്ചാണ്, അവൻ അഭിനയിച്ചിട്ട് കൊള്ളത്തില്ല, അങ്ങനെ വരുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നത്. അതൊരു നല്ല കട്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും പറയും മമ്മൂക്കയുടെ പെങ്ങളുടെ ഭയങ്കര ഈസി വേ ആണ് സിനിമയിൽ വരാൻ. അതൊന്നുമില്ല. അങ്ങനെ ആർക്കും ഈസി വേ ഇല്ല. നമുക്കൊരു സീറ്റ് കിട്ടുമ്പോൾ മമ്മൂക്കയുടെ പെങ്ങടവൻ അല്ലെങ്കിൽ ഇന്നൊരു സീറ്റ് കിട്ടും, ബാക്കി നമ്മുടെ പരിപാടിയല്ലേ. ഇപ്പം നമ്മൾ അദ്ദേഹത്തെ പോലെ ഇമിറ്റേറ്റ്, എന്നോട് പറഞ്ഞു മമ്മൂക്കനെ പോലെ ഇരിക്കുന്നു, അത് മമ്മൂക്ക ഇമിറ്റേറ്റ് ചെയ്യുന്നു. അത് ഞാൻ സത്യത്തിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, അവരെ കുറ്റം പറയല്ല, എനിക്ക് ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുകയോ ഒന്നും ചെയ്തില്ല. എനിക്കറിയില്ല, എൻ്റെ അമ്മാവനാണ്, അത് ഓട്ടോമാറ്റിക് വരും, അത് ജനറ്റിക്കലി ആണ്, അത് എല്ലാവരും ഞാൻ പറയാം ബ്ലഡിലുള്ള സാധനമാണ്. നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും വന്നിരിക്കും. ഇല്ല, പല ആർട്ടിസ്റ്റുകളും ഉണ്ട്, അത് പലരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. തമിഴിലാണെങ്കിലും ഇല്ലേ, രജനീകാന്തിനെ പോലെ അതെന്നെ കൺട്രോൾ ചെയ്ത് പോണ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരുമല്ല, അവർ ബ്ലഡല്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ബ്ലഡായിപ്പോയി, അദ്ദേഹത്തിന്റെ അമ്മാനായിപ്പോയി. അതിന് സാധനം വരും. നമ്മൾ വേറെ ആരും ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നുമില്ല. അത് ദൈവത്തിന്റെ കളികൾ. അത് എത്രയോ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകൾക്ക് കാസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു അഷ്കറിനെ വിളിച്ചാൽ അത് മമ്മൂക്കയുടെ ഒരു ശൈലിയുടെ ഒക്കെ നമുക്ക് അടിക്കും, അങ്ങനത്തെ ഒരു തോട്ടിലൊക്കെ ആളുകൾ. എനിക്കറിയില്ല, അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ച് അല്ല മമ്മൂക്കാനെ പോലെ ഇരിക്കുക, മമ്മൂക്കാനെ പോലെ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ആരും എന്നെ വിളിച്ചോ റിജക്റ്റ് ചെയ്തോ എനിക്കറിയത്തില്ല. പിന്നെ പലർക്കും ഒരു അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. മമ്മൂക്കയുടെ സിസ്റ്റമാണോ അങ്ങനെ ജാടയായിരിക്കും, മറ്റാ. നമുക്കൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് സിനിമ ചെയ്യുക, നല്ല ക്യാരക്ടർ ചെയ്യുക, നല്ല സംഭവങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല നമ്മളതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാവരും ഓരോരോ ജീവിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിൽ. ഈ സിനിമയുടെ മറ്റു മേഖലകളുണ്ടല്ലോ, ഈ പ്രൊഡക്ഷൻ സൈഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ, അതിലൊക്കെ താല്പര്യം ചക്കര ഒന്നുമില്ലടാ. ഞാനിപ്പോൾ ഇതൊന്നും അഭിനയിച്ചൊന്നും ഞാനൊന്ന് റെഡിയാകാൻ വേണ്ടി വേറെ ഒന്നുമല്ല. അഭിനയത്തിൽ ഒരുപാട് പരിപാടികളുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ ഒരു ആക്ടിങ് ക്ലാസ്സിൽ പോകാത്തതിൻ്റെ കുഴപ്പമുണ്ടെന്ന് പലരും പറയാറുണ്ട്, പല കുറ്റങ്ങളും പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം ശരിയാവും. ഞാൻ ആക്ഷനൊക്കെ പഠിക്കാൻ, പല സ്റ്റണ്ടൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്, അതിന് പോയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പരിപാടിയാണ്, ആക്ഷനും കട്ടിലുള്ള പരിപാടിയില്ലേ, അത് പിന്നെ ദൈവത്തിൻ്റെ ഒരു സാധനം വരും, പിന്നെ നമ്മുടെ എഫേർട്ടും കൂടെ വരുമ്പോൾ. ശരിക്കും ആസ് എൻ ആക്ടർ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാ? എനിക്ക് കുറച്ചുകൂടെ ഞാൻ കാണുമ്പോൾ കൊള്ളാം, അത് ഏറ്റവും ബെസ്റ്റ് അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള വേഷം? ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, സീരിയൽ ചെയ്തിട്ടുണ്ട്, ആൽബം ചെയ്തിട്ടുണ്ട്, നായകൻ്റെ കൂട്ടുകാരനായിട്ട് ചെയ്തിട്ടുണ്ട്, വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. അതിലൊന്നും വലിയ സംഭവമായിട്ടില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ചെയ്തതെല്ലാം നല്ലതെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്നത് നല്ലതാണ്, ഞാൻ എന്നെ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ നന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും പറയും, ഞാൻ എന്നെ നെഗറ്റീവായിട്ട് പറയല്ല, ഞാൻ കുറച്ച് പറയല്ലേ. ഞാനിപ്പോൾ ചെയ്തതെല്ലാം എനിക്ക് നല്ലതാണ്, എൻ്റെ വിശ്വാസം. ഞാനതിൽ മാക്സിമം എഫർട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ടാകാവുന്ന ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടർ പറയുന്ന ഔട്ട്പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ബെൻസി പ്രൊഡക്ഷന് ഫസ്റ്റ് മീറ്റ് ചെയ്യണം സാറിന് ബോസ് എന്നെ മുംബൈയിൽ ഒരു സിനിമയുടെ ലോഞ്ചിന് വള്ളിക്കെട്ട് എന്ന് പറഞ്ഞു പോയി. ഞാൻ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ഫംഗ്ഷന് പോയി. അദ്ദേഹം എന്നെ എനിക്ക് ഒരു 9 years ബാക്ക് എന്നെ വിളിച്ചു. അദ്ദേഹമല്ല, അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് റീനി മാഡം വിളിക്കും. അഷ്കർ ഇങ്ങനെ ഒരു പടമുണ്ട്, അഷ്കറിനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി. അക്ബർ ട്രാൻസ് പടം ചെയ്യും, എനിക്കറിയത്തില്ല ഇവിടെ. അങ്ങനെ ബോസ് എന്നെ മുംബൈ വെച്ച് എവിടെയോ ഏതൊരു ഫംഗ്ഷനിൽ, മലയാളി അസോസിയേഷൻ ഒരു ഫംഗ്ഷന് കണ്ടെന്നെ അപ്രോച്ച് ചെയ്തു. അങ്ങനെയാണ് ബോസിൻ്റെ അടുത്ത് പോകുന്നതും പടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ബോസിനോട് ഡിസ്കസ് ചെയ്യുന്നു, ബോസിനെ നല്ലൊരു. അപ്പോൾ ബോസിന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഓരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ല അങ്ങനെ ചെയ്യാം, നല്ല മൂവി ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ബോസ് ഈ സിനിമ അഭിനയിക്കാൻ ഭയങ്കര അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ്. ഞാനൊരു അച്ഛനെ പോലെ കാണുന്നൊരു ഗുരുസ്ഥാനിയനും അങ്ങനെ കാണുന്നൊരു ബന്ധമാണത്. അതിങ്ങനെ നിലനിൽക്കുന്നു. ഈ ശരിക്കും ഈ അടുത്താണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത് പോസ്റ്റ് ഇട്ടു,
വെൽക്കം ബാക്ക് മമ്മൂക്ക ഉം. എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഈ മമ്മൂക്കയുടെ ഒരു ശരിക്കും ഈ ഒരു കംബാക്ക് അല്ലെങ്കിൽ മമ്മൂക്ക വീണ്ടും ആക്റ്റീവ് ആവുന്നു എന്നുള്ളത് സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് ആൾക്ക് ഭയങ്കര അധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരിക്കും മനസ്സിൽ മമ്മൂക്ക ഫാൻ ഉള്ളിൽ മമ്മൂക്ക ഫാൻ ഉണ്ടല്ലോ. ശരിക്കും ആ മമ്മൂക്ക ഫാൻ എങ്ങനെയാ ശരിക്കും ഈ ഒരു ന്യൂസിലും ഈ കാണുന്ന പോസ്റ്റുകളൊക്കെ കണ്ട്? ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. ഞാൻ ഫാൻ ബോയ്. കാരണം ഞാൻ കുഞ്ഞുനാൾ തൊട്ട് കണ്ടു വളർന്ന ഒരു സ്റ്റാറാണ്. ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അദ്ദേഹം സ്റ്റാറാണ്. എനിക്കറിയാം. ന്യൂഡൽഹി അങ്ങനെ സ്റ്റാറാണ്. എൻ്റെ ഉമ്മച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റാറാണ്, അദ്ദേഹത്തിന്റെ ഫാനാണ്. അപ്പം നമുക്ക് അവിടെ തൊട്ടൊരു ഇത് കണക്ഷൻ അല്ലേ. അപ്പോൾ സിനിമയിലേക്ക് വന്നു അദ്ദേഹം വഴിയാണ് പല ഇങ്ങനെ സ്റ്റാറുകളുണ്ട്, അല്ലെ ഇവരൊക്കെയാണ് സൂപ്പർ സ്റ്റാറുകൾ. അങ്ങനെ നമുക്കൊരു പ്രണയം തോന്നില്ല, അല്ലെ പ്രണയം ഇഷ്ടം തോന്നില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലോകമല്ല. അപ്പം എൻ്റെ അമ്മാവൻ ഇങ്ങനെ സിനിമയിലും അപ്പം എനിക്കൊന്ന് അഭിനയിക്കാൻ പോകണം, ഇത് കൊള്ളാലോ പരിപാടി. സ്കൂളിലൊക്കെ അങ്ങനെ എൻ്റെ അമ്മാവനാണ് എന്നെ ഹിറ്റ്ലറിന്റെ സമയത്ത് കളിയാക്കി ചെയ്യായിരുന്നു. പെങ്ങന്മാരിങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നു. അപ്പം ഞാൻ കരഞ്ഞ് ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു ടീച്ചറെ, ഹിറ്റ്ലറിന്റെ സമയത്ത് എൻ്റെ മാമിച്ചി അങ്ങനെ കുറെ അതൊക്കെ സന്തോഷമാണ് നമുക്ക്. ഞാൻ പറഞ്ഞത് വേറൊരു ഫീലാണ് അവന്. അത് അങ്ങനെയാണ് പിന്നെ എല്ലാവരും ഫാനായി സിനിമയിൽ അഭിനയിക്കാൻ വന്നു. ഇപ്പം എനിക്ക് എല്ലാവരും ഇഷ്ടം. ഞാൻ പണ്ട് ഷാർജയിൽ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, ജയറാമേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ജഗദീഷേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനെപ്പോഴും സിനിമ ആരാധകരാണ്, എല്ലാവരോടും ഭയങ്കര ആരാധനയാണ് എനിക്ക്. ദിലീപേട്ടനെ പോയി കണ്ടിട്ടുണ്ട്, ബിജുമേനോനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ, അറിയാലോ, അത്യാവശ്യം അറിയാം. സർക്കിളിൽ അറിയാം. സിനിമ ഫീൽഡിൽ ഇപ്പം എന്നെ അത്യാവശ്യം അറിയാം. അഷ്കസ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിസ്റ്ററിൻ്റെ മോനുണ്ട്, പിന്നെ സിനിമ ഇറങ്ങിയുണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നെ സൗഹൃദ ബന്ധം നമുക്കിങ്ങനെ പുലർത്താൻ ഉള്ളൊരു എല്ലാം പറഞ്ഞില്ലേ, എല്ലാവരും ഓരോരോ സിനിമകളല്ലേ, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും. അപ്പം നമ്മളതിൽ എല്ലാവരുടെ ഭാഗമാകാൻ പറ്റി. ഞാൻ ലാലേട്ടനെ കാണാൻ പോയിട്ടുണ്ട്, ഇതൊക്കെ പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ശരിക്കും കളങ്കാലിന്റെ ടീച്ചറൊക്കെ കണ്ടപ്പോ എങ്ങനെ ഫീൽ ചെയ്തു? അത് വേറെ സംഭവം. കളക്കാന് കൊച്ചു ചെറുക്കന്മാര് ട്യൂൺ ചെയ്യാൻ നിൽക്കത്തില്ലേ പെണ്ണുങ്ങളെ പോലെ, എനിക്ക് അങ്ങനെ തോന്നി. മാറ്റി അങ്ങനെ നിന്നിട്ട് സിഗരറ്റൊക്കെ ഒരു പെണ്ണിന് ട്യൂൺ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കളങ്കാവൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഏതോ ഒരു പെണ്ണുങ്ങളെങ്ങനെ ട്യൂൺ ചെയ്യണ സംഭവം ആയിരിക്കാം. ചെറുപ്പക്കാരും പയ്യന്മാര് നിൽക്കത്തില്ലേ കണ്ണാടിക്കരുത്, അത് ഭയങ്കര സംഭവമായിരിക്കും. എന്താണ് സസ്പെൻസ് എന്നറിയില്ല. പടം ഇറങ്ങുമ്പോ അടിപൊളിയായിരിക്കും വിശ്വസിക്കും. ഈ നമുക്ക് രണ്ട് തരത്തില് പറയാലോ, മാസും ക്ലാസും. ഏതിന്റെ ഒരു ഫാനായിട്ട് വരും? മാസാണ് ക്ലാസ്സാണ്? മാസും ക്ലാസും സെന്റിമെന്റ്സും എല്ലാം ഉണ്ടല്ലോടാ, എല്ലാം ഇഷ്ടമാണ് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്. കാരണം ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, കണ്ടു വളർന്ന ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞാണ് അടുത്ത ഇന്നാണ് ആൾക്കാരാണ്, അല്ലെ ലാലേട്ടൻ ഇന്നാണ് നമുക്ക് പറഞ്ഞു തരുവാണ്. നമ്മൾ പിന്നെ പഠിക്കുമല്ലേ സിനിമ, ഇങ്ങനെ എന്തൊക്കെ ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെയാണ്. മോഹൻലാൽ, രജനീകാന്ത്, കമലഹാസൻ, ദിലീപേട്ടൻ, ജയറാമേട്ടൻ, അങ്ങനെ നമ്മൾ പഠിക്കുമല്ലേ. ഇത് അത് ഉണ്ടാവില്ല, ബ്ലഡ് അല്ലേ, അതിന് എന്ത് പറഞ്ഞാലും മാറാൻ പറ്റും. ഡബിങ്ങിലൊക്കെ ശരിക്കും എങ്ങനെ അതിന്റെ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നത്? ഡബിങ് ഞാൻ കൊറോണ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു. എനിക്ക് ഡബിങ്ങിന് വേണ്ടി ഒരു അവസരം തന്നത് മീൻസ് ജോളി ഷിബു കല്ലാർന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ അവരൊന്ന് പരിചയപ്പെടാൻ എനിക്ക് പറ്റി. അവിടെ നിന്നാണ് ഞാൻ ഡബിങ്ങിൻ്റെ ട്രാക്കുകൾ പഠിച്ചത്. ഞാൻ വലിയ ഡബിങ് ആർട്ടിസ്റ്റ് എന്നോ അല്ലെ ഭയങ്കര ഡബ് ചെയ്ത് ഭയങ്കര പൊലിപ്പിക്കുന്നല്ലോ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറേ അവസരങ്ങൾ കിട്ടിയത്. ഞാൻ കുറേ സിനിമകൾ അങ്ങനെ ഡബ് ചെയ്ത് OTT പ്ലാറ്റ്ഫോമിൽ തമിഴ്, മലയാളത്തിൽ എല്ലാം മലയാളം ചെയ്ത കേട്ടോ, തമിഴെന്നല്ല, തമിഴ് മലയാളത്തിലേക്ക് വരുന്ന പടങ്ങൾ, തെലുങ്ക് മലയാളത്തിലേക്ക് വരുന്ന പടങ്ങൾ, അങ്ങനെ കന്നഡ, അങ്ങനെ കുറേ കുറേ ഡബ് ചെയ്ത് നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം കൂടെ കൊണ്ടാണ്. അല്ലെ നമ്മൾ അതിന് പോകണ്ടാവില്ല, അല്ലെ നമുക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ, അതിനോടൊരു പ്രണയം വേണം. സിനിമയുടെ ഏതെങ്കിലും ഭാഗമാണല്ലോ. അന്ന് സിനിമയൊക്കെ പ്രശ്നമായിരിക്കും. കൊറോണ ടൈമിലാണ്, ആ ടൈമിൽ. അപ്പോൾ സമയത്ത് ഡബിങ് ഞാനൊരു 3-4 വർഷം പ്രശ്നമായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അതൊരു അവസരം കിട്ടി. സിനിമ കുറേ ഡബ് ചെയ്ത് ഞാൻ കുറേ ലാസ്റ്റ് റിട്രോ ഒക്കെ ചെയ്ത്, അതിൽ ആർക്കോ ഡബ് ചെയ്തത് റിട്രോ. പിന്നെ അതിനു മുമ്പ് ഞാൻ ചെയ്തത് മാമന്നിൽ ഫഹദ് ഫാസിൽ ചെയ്തു, പിന്നെ JBMൽ പ്രകാശ് രാജിന് ഡബ് ചെയ്തു. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ എനിക്ക് ഡബ് ചെയ്യാൻ അറിയാമെന്നുള്ളൊരു അത്യാവശ്യം ഡബിങ് ആണല്ലോ ഏറ്റവും വലിയ പരിപാടി. നമുക്ക് സിനിമയിൽ അഭിനയിക്കാം, ആ സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ഡബിങ് തിയേറ്ററിലാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യം ട്രാക്ക് പിടിച്ചിട്ടുണ്ട്, ഇനിയും കുറെ നന്നായിട്ട് പഠിച്ചു. മറ്റ് നടന്മാർക്ക് ചെയ്യുമ്പോൾ
നമുക്ക് ഫഹദിനായപ്പോൾ ഞാൻ കിടന്ന നക്ഷത്രമുണ്ട്, പുള്ളിയുടെ ട്രാക്ക് വേറെയാണല്ലോ, അദ്ദേഹത്തിന് ട്രാക്ക് വേറെ. ഫഹദ് ഫാസിലിൻ്റെ തമിഴ് ചെയ്ത് ഭയങ്കര സ്പീഡിലാണ്, പടം കണ്ടില്ലേ മാമന്, ഭയങ്കര സ്പീഡ്. ഞാൻ അത് കുറേ പിടിച്ചിട്ടുണ്ട്, എത്തിയോന്ന് അറിയത്തില്ല. പിന്നെ പ്രകാശ് രാജ് സാറിന് ചെയ്തു. നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല, നമ്മളപ്പോൾ അവരുടെ മൂഡിലേക്ക് പോകണമല്ലോ. അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തു. ഇനി അപ്കമിങ് സിനിമ പ്ലാനുകൾ? അപ്കമിങ് 2-3 മൂവീസ് പ്ലാൻ ചെയ്ത്. ഇപ്പോൾ IPS എന്ന് പറഞ്ഞൊരു മൂവി പറ്റി സുരേഷ് ബാബു സാർ അനൗൺസ് ചെയ്ത്, നാം ചെയ്ത്, അത് ബെൻസി പ്രൊഡക്ഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ 2-3 മൂവീസ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു, ചർച്ച നടക്കുന്നു. എല്ലാം ആക്ഷൻ പരിപാടിയാണ്. ആക്ഷനും ചെറിയ കോമഡി, ഇപ്പോൾ ഒരു സാധനം വന്നെങ്കിൽ കോമഡി മൂഡ്, ഞാൻ പറഞ്ഞില്ല കുറച്ച് സെൻറ്റിമെൻറ്റ്, ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മളിപ്പോൾ ദി കേസ് ഡയറി എന്ന് പറഞ്ഞ പടത്തിൽ ആക്ഷനുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ചെയ്യാൻ ഇതും കൂടെ പിടിച്ചാണ് പോണത്. നമ്മൾ ഒറ്റ മൂഡിൽ തന്നെ പോയാൽ അങ്ങനെയും പടങ്ങളുണ്ട്. നമ്മളിപ്പോൾ കേസന്വേഷണം, ഇപ്പോൾ CB ഡയറക്ടർ അല്ലെ, നേരെ CB, അതിലൊറ്റ മൂഡല്ലേ, അല്ല നമ്മുടെ എനിക്ക് വരുന്ന ഒറ്റ മൂഡിൽ വരുന്നില്ല, പല ട്രാക്കുകൾ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ടാവും, കൺഫ്യൂഷൻ, ഇത് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴെങ്കിലും ഉണ്ടാവും ഫസ്റ്റ് ഷോട്ട് ഒക്കെ ചെയ്യുമ്പോൾ? അതുണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവോ. നമ്മൾ ആക്ഷൻ പറയുമ്പോൾ ടെൻഷൻ, ഇത് റെഡിയാവോ ദൈവമേ, പ്രശ്നം ഇത് റെഡിയാവോ, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്കിത് കറക്റ്റ് ആവുമോ. പിന്നെ നമ്മുടെ കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്ത് ശരിയായില്ല കറക്റ്റ്. ഞാൻ ഒരിക്കലും ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ പോയി ഇത് കാണത്തില്ല ബാക്ക്, എനിക്ക് ടെൻഷനാണ്. ഡയറക്ടർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ, ഞാൻ പോയി. എന്നോട് എല്ലാവരും വിളിക്കുക, ആർട്ടിസ്റ്റുകൾ ഒന്ന് നോക്കഷ്കറെ, എനിക്ക് ടെൻഷനാണ്. അത് സ്ക്രീനിൽ കാണാമല്ലോ, ഓക്കെ അവരൊക്കെ പറയുമ്പോൾ ഓക്കെ, എന്നാലും എനിക്ക് ഇങ്ങനെ ചെയ്ത് കൂടെ. ചില സമയത്ത് നമ്മൾ പറയും എനിക്ക് കുറച്ചും കൂടെ ചെയ്താൽ ഓക്കെ ആയിരിക്കും സാറേ, അങ്ങനെ. ഈ ശരിക്കും ഓണ സമയത്താണോ നമ്മൾ സംസാരിക്കുന്നത്? ഓണപ്പടങ്ങൾ കണ്ടോ? ഓണ സിനിമകൾ കണ്ടില്ല ഞാനിപ്പോൾ. ഇതിപ്പോൾ ദി കേസ് ഡയറിയുടെ പുറകെ ആയിരുന്നു. സിനിമകൾ കാണണം, ഹൃദയപൂർവ്വം ഇറങ്ങി, ലോകം ഇറങ്ങി, ഓടുകുതിര ചാടുകുതിര, കുറേ സിനിമകൾ ഇറങ്ങി. അതൊക്കെ ഓണപ്പടത്തിന് മെമ്മറീസ് ഉണ്ടോ? ഈ ഏറ്റവും കൂടുതൽ ഞാൻ കുഞ്ഞുനാളിൽ കാണും, അങ്ങനെയൊന്നും ഓർമ്മയില്ലടാ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെരുന്നാളിന് കാണാൻ പോയ സിനിമയൊക്കെ എന്തൊക്കെയോ ഓർമ്മയുണ്ട് കുഞ്ഞിലെ. പെരുന്നാൾ പടം, നമ്മൾ പെരുന്നാളിന് ഒരു പരിപാടിയുണ്ട്, സിനിമ കാണാൻ പോകുന്നുണ്ട് രാവിലെ, പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് സിനിമ, പള്ളി കഴിഞ്ഞ് നേരെ സിനിമയ്ക്ക് പോകും. വീട്ടിലേറെ പ്രശ്നം, നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ സിനിമയ്ക്ക് പോകും, അടുത്ത ഷോ. അങ്ങനെ കുറേ പടങ്ങളുണ്ട്. കിലുക്കം, മിന്നാരം, പിന്നെ അരവിന്ദ് സ്വാമി ശ്രീവിദ്യ അഭിനയിച്ചൊരു പടം ഭയങ്കര ഹിറ്റുള്ള ദേവരാഗമോ. നമുക്ക് ലേറ്റസ്റ്റ്ലി കണ്ടായിരുന്നു. മാമച്ചിനെ ചെന്നൈ വെച്ച് കണ്ടു. മാമച്ചി ഹാപ്പി ആയിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു വരവ് പുള്ളിക്ക് തന്നെ വെയിറ്റിംഗ് ആണ്. പുള്ളിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, പുള്ളി വെയിറ്റിംഗിലാണ് നമ്മളിത് കാണാം. പുള്ളി ഹാപ്പി ആയിരിക്കുന്നു, ഓക്കെയാണ്, പുള്ളി എല്ലാം റെഡിയാണ്. ആ വരവ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയല്ല നിങ്ങളെ പോലെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബവും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരു വരവായിരിക്കുമല്ലോ. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ അപ്പം എന്നോടല്ലേ ചോദിക്കണം. ഞാൻ എൻ്റെ കേസ് ഡയറിയുടെ സമയത്ത് എന്നോട് പലരും ചോദിക്കും മമ്മൂക്ക എപ്പോഴാണോ. അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്ക അടുത്ത മാസം വരുമായിരിക്കും. അദ്ദേഹം സെപ്റ്റംബർ 7 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്, ഞാനും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പല ഇൻ്റർവ്യൂവിലും ഇങ്ങനെ അഷ്കസ്വാൻ പറഞ്ഞു മമ്മൂക്ക 7-ാം തീയതി സെപ്റ്റംബർ 7-ാം തീയതി മമ്മൂക്ക വരുന്നു. എനിക്ക് ടെൻഷനായി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെ പോലെ ബർത്ത്ഡേക്ക് മമ്മൂക്ക വരും. ഞാൻ അങ്ങനെ പറയുള്ളൂ. അത് പലരും വളച്ചൊടിച്ച് ചുരുട്ടി ഇടക്കി എനിക്ക് ടെൻഷനായി. നമ്മളിങ്ങനെ നമ്മൾ പറഞ്ഞ അടുത്ത മാസം അദ്ദേഹം വരും, വരുമ്പോൾ ഒരു വരവായിരിക്കും, അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പോൾ വരുമ്പോൾ ഒരു വരവായിരിക്കും. ആ ഒരു വരവിന് വേണ്ടി നിങ്ങളെ പോലെ മമ്മൂക്ക ആൾക്കാരെ നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്യായിരിക്കും. എന്ത് സ്റ്റൈലിൽ വരണം, അത് മമ്മൂക്കയുടെ പ്ലാൻ. ആ സ്റ്റൈൽ എന്തായിരിക്കും നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടായിരിക്കും പറഞ്ഞത്, ഞാൻ ഈ പറയണതൊക്കെ കൂളായിട്ട് ചിലപ്പോൾ വരുമായിരിക്കും. എങ്ങനെ വരുന്നതെന്ന് അറിയാം, അതാണ് പുള്ളിയുടെ സ്റ്റൈൽ. അപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മളെ എന്റർടൈൻ ചെയ്തിട്ടുള്ള ആളാണ് അഷ്കർ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു നല്ല ഓണം ആവട്ടെ. ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് അറിയാം, അതൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിങ്. ഒരുപാട് സന്തോഷം ഫിലിം ബീറ്റ്സിൽ എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചതിനും. അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകർക്കും നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ
നമ്മുടെ കേസ് ഡയറി സിനിമ അതിൻ്റെ ഒരു പ്രൊമോഷനും പിന്നെ ഓണം പരിപാടിയാണ്. എല്ലാവരും നന്നായിരിക്കട്ടെ. താങ്ക് യു. ഓക്കെ.